ഡാഷ്ബോർഡിൽ കിടന്ന ഫോൺ ശബ്ദിച്ചു. അഭി കാറ് സൈഡൊതുക്കി. ഹലോ. കനത്ത സ്വരം. അവൾ പേടിയോടെ നിൽക്കുവാണ് എന്നവന് മനസ്സിലായി. ചിരിയോടെ സീറ്റിൽ ചാരി കിടക്കുമ്പോൾ മറ്റൊരുവളുടെ രൂപം കണ്ണിനെയും മനസ്സിനെയും തണുപ്പിച്ചു. എന്താടി? എന്താന്ന് വെച്ചാൽ പറയ്. എനിക്കൊന്ന് കാണാൻ. ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നോട്ടെ? ശീതളിൻ്റെ ശബ്ദത്തിൽ വിറയലുണ്ട്. ഇപ്പോഴോ? ഞാൻ ഓഫീസിലേക്കാ, അവൻ ചിരിയോടെ പറഞ്ഞു. സാരല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. നീ ഓഫീസിലെ തിരക്കൊക്കെ കഴിഞ്ഞു വന്നാൽ മതി. ഓ, നൈറ്റ് കാണാം എന്നാണോ ശീതൾ? ആ, അവളുടെ ശബ്ദം പതിഞ്ഞു. എന്നാലേ എനിക്ക് ടൈമില്ല, നൈറ്റ് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് നീ വേറെ എന്തേലും പണി നോക്ക്. അഫി, നോ, നിന്റെ ഇഷ്ടത്തിന് ചലിക്കുന്ന പാവയല്ല ഞാൻ. ബൈ. കാറ് വേഗത്തിൽ ഓഫീസിൻ്റെ ഗ്രൗണ്ടിൽ നിർത്തി ഇറങ്ങി. ലിഫ്റ്റിൽ കയറുമ്പോൾ ആ മുഖമൊന്ന് കാണാൻ മോഹമേറി. ലക്ഷ്മി വന്നില്ലേ ആരവ്? വന്നു. പിന്നെന്താ നീ ഫയലും കൊണ്ടുവന്നത്? അവളെവിടെ? അതിന് പനി. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചിട്ടും വന്നില്ല. ടാബ്ലറ്റ് കഴിച്ചുവെന്ന്. അവൻ അമർത്തി മൂളി. 2 ദിവസം കാണാതെ ഇരുന്നതല്ലേ, ഓടി വരുമെന്നാ കരുതിയത്. ഓ, അത് സീതാലക്ഷ്മിയല്ലേ? വരില്ല. ചുമ്മാതാ, എന്നെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ടാവും. ആരവ് HR പോയതും അഫി ലക്ഷ്മിയുടെ ക്യാബിനിലേക്ക് നടന്നു. ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. എവിടെ പോയി? സീതാലക്ഷ്മി മുങ്ങിയോ? ലിഫ്റ്റിന് നേർക്ക് നോക്കി. സെക്യൂരിറ്റി വരുന്നുണ്ട്. അവനെ കണ്ട് അയാൾ നിന്നു. സീതാലക്ഷ്മിയെ കണ്ടോ? ലക്ഷ്മി ക്യാൻറ്റീനിൽ പോയി സാർ, കോഫി കുടിക്കാനാവും. കേട്ട പാതി അവൻ 4th ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. ദൈവമേ, ആ കുഞ്ഞിനെ കൊല്ലാൻ പോവുക. ഇങ്ങനെയും ദുഷ്ടന്മാരുണ്ടോ? 2 ദിവസം നാട്ടിൽ പോയതിനെ അവിടെ നിൽക്കാൻ സമ്മതിക്കാതെ വിളിച്ചു വരുത്തി. ഹോ, നശിച്ച ജന്മം. ക്യാൻറ്റീനിൽ ഒരു കോഫി ഓർഡർ ചെയ്തിരിക്കുമ്പോൾ സഞ്ജു അങ്ങോട്ടേക്ക് കയറി വന്നു. എന്തു പറ്റി ലക്ഷ്മി? ആകെ വാടി തളർന്നു പോയല്ലോ. അവൻ അവൾക്ക് ഓപ്പോസിറ്റായിരുന്നു. ചെറിയൊരു പനി, ലക്ഷ്മി പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയോ? ഹോസ്പിറ്റലിൽ പോയില്ല, ടാബ്ലറ്റ് കഴിച്ചു. പനിയാണിൽ എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? വാ, ഹോസ്പിറ്റലിൽ പോകാം. നിത്യ അറിഞ്ഞാൽ എന്നെ കൊല്ലും, സഞ്ജു പറഞ്ഞു. അവൾ അവൻ്റെ നെറ്റിയിലെ ബാൻഡേജിലേക്ക് ഒന്ന് നോക്കി. സഞ്ജുവിന് എന്തു പറ്റിയതാ? ഓ, ഒന്നും പറയണ്ട. ഇന്നലെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാ. മഴ പെയ്തതല്ലേ, കാലൊന്ന് വഴുക്കി. നല്ല ഒന്നാന്തരം വീഴ്ച. അയ്യോ, ശ്രദ്ധിക്കണ്ടേ? അപ്പോഴേക്കും 2 കോഫി ടേബിളിലെത്തി. ചെയറിൽ പുറംതിരിഞ്ഞിരിക്കുവാണ് ലക്ഷ്മി. സഞ്ജു അവളെ നോക്കിയിരുന്ന് കോഫി കുടിക്കുന്നു. അവൻ എന്തൊക്കെയോ ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. അഫി പല്ല് കടിച്ചു പിടിച്ചു. ചുവരിൽ കൈമുഷ്ടി ചുരുട്ടിയിടിച്ചു. വന്നതിലും വേഗത്തിൽ സ്റ്റെപ്പുകൾ ഇറങ്ങി. ലക്ഷ്മി താഴേക്ക് വരുമ്പോൾ പ്യൂൺ ചിരിയോടെ അടുത്തേക്ക് ചെന്നു. സാറ് മോളെ അന്വേഷിച്ച് വന്നിരുന്നു, കണ്ടായിരുന്നോ? ഇല്ല ചേട്ടാ. അയാൾ പോയതും ലക്ഷ്മിയുടെ ഉള്ളം വേഗത്തിൽ മെടിക്കാൻ തുടങ്ങി. എന്തിനാണാവോ? മുന്നിൽ പോയി നിൽക്കാൻ എന്തോ ഒരു മടി. അവൾ അവൻ്റെ ഓഫീസ് റൂമിൻ്റെ ഡോറിൽ പിടിച്ചു. എന്തേലും വഴക്കു പറഞ്ഞാലും തിരിച്ച് ഇനിയൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. കാരണം രാത്രി എന്ന് പോലും നോക്കാതെ എന്നെ സഹായിച്ച മനുഷ്യനാ. ലക്ഷ്മി അകത്തേക്ക് കയറി. അഫി അവളെ നോക്കിയതേയില്ല. സാർ, നീ എവിടെ പോയതാ? അവൻ വാച്ചിലേക്ക് നോക്കി. 11 o'clock. ഞാൻ ഇവിടെ വന്നിട്ട് 2 hours കഴിഞ്ഞു. 2 ദിവസം ഞാനൊന്ന് മാറി നിന്നപ്പോൾ PS-ൻ്റെ ജോലികൾ നീ മറന്നോ? അവനിൽ ഗൗരവം തന്നെയാണ്. അവൾക്ക് സങ്കടം തോന്നി. പനിയാണെന്ന് ആരവ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും ദേഷ്യം തന്നെ. അവൾ മുന്നിലേക്ക് വന്ന് അവൻ്റെ അടുത്തേക്ക് പോകാതെ ടേബിളിന് കുറച്ച് മാറി നിന്നു. പനിയാ? വൈറൽ ഫീവർ ആണെങ്കിലോ പകരും. അതുകൊണ്ടാ ഫയല് ആരവ് സാറിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. ഓ, അത് നന്നായി. എനിക്ക് രോഗപ്രതിരോധ ശേഷി കുറവാ, അറിയാം. അവൻ അവളെ കൂർപ്പിച്ച് നോക്കി. അഥർവ് സാറ് പറഞ്ഞിരുന്നു. അവൻ എഴുന്നേറ്റു. എന്നെപ്പറ്റി മറ്റെന്തൊക്കെ നിന്റെ അഥർവ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്? അവൻ്റെ ചോദ്യം ചെയ്യൽ. അവൾ തല താഴ്ത്തി. ആദ്യമായാണ് തൻ്റെ ചോദ്യത്തിന് ഒരു മറുപടിയും പറയാതെ അവൾ നിൽക്കുന്നത്, അതും തല താഴ്ത്തി. തോറ്റു കൊടുക്കാൻ തയ്യാറായി അവൾ മുന്നിൽ, തോറ്റുപോകാൻ സമ്മതിക്കാതെ അവനും. ക്യാൻറ്റീനിൽ അവനുമായി എന്തായിരുന്നു ഒരു സല്ലാപം? അഫി കടുപ്പത്തിൽ ചോദിച്ചു. ലക്ഷ്മി മിണ്ടുന്നില്ല. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ദിവസങ്ങളിൽ അവനുമായി മറ്റെന്തെങ്കിലും? എൻ്റെ ഓഫീസിൽ ആ വക പരിപാടി നടക്കില്ല. അവൾ ചുവന്ന് കയറിയ കണ്ണോടെ അവനെ രൂക്ഷമായി നോക്കി. ചുണ്ടുകൾ കടിച്ചു പിടിക്കുന്നുണ്ട്. അഫി ഉള്ളാലെ ചിരിച്ചു. സാറിൻ്റെ സ്വഭാവം അല്ല എനിക്ക്.
പിന്നെ സാറിൻ്റെ ഓഫീസിൽ സാറിന് മാത്രം എന്തു ആവാം, സ്റ്റാഫിനായി കൂടെ? ഇത് എവിടുത്തെ നിയമം? അവളിൽ തളർന്നു മയങ്ങിയ അവൻ്റെ സീത ഉണർന്നു തുടങ്ങിയ നിമിഷം അഫി അവൾക്ക് മുന്നിൽ ടേബിളിൽ ചാരി നിന്നു. ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. താഴ്ന്നു പോകുന്ന അവൻ്റെ സ്വരം. അവൾ പിന്നിലേക്ക് നീങ്ങി നിന്നു. സഞ്ജുവുമായി എന്താ ബന്ധം? പെട്ടെന്ന് അവനിൽ ഗൗരവം. ലക്ഷ്മി മിഴിച്ചു നിന്നുപോയി. ശാന്തമായി സംസാരിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് സ്വഭാവം മാറുന്നു. ദൈവമേ, ഈ രാവണൻ എന്താ ഭ്രാന്താണോ? ടെൽമി. അവൾ ഞെട്ടലോടെ അഫിയുടെ മുഖത്ത് നിന്ന് കണ്ണുകൾ പിൻവലിച്ചു. ലവ് ആണോ? നോ സാർ, അവൾ പറഞ്ഞു. പിന്നെ ഇൻഫാക്ച്വേഷൻ? പ്ലീസ് സാർ. അവൾ പല്ല് കടിച്ചു പിടിച്ച് ചെവി പൊത്തി. എൻ്റെ ഫ്രണ്ട് നിത്യയുടെ ഫിയാൻസിയാണ് സഞ്ജു. എനിക്ക് ബ്രദറിനെ പോലെ. ഇനി മേലിൽ ഈ അർത്ഥത്തിൽ എന്നോട് സംസാരിക്കരുത്. നീണ്ടുവരുന്ന അവളുടെ ചൂണ്ടുവിരലിൽ അവൻ പിടുത്തമിട്ടു. രക്തം ഇരച്ച് കയറിയ അവളുടെ കണ്ണിലേക്ക് നോക്കി. ഐ മിസ് യു ലോട്ട്, അവൻ പറഞ്ഞു. അവൾ അറിയാതെ ആ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി വിരിഞ്ഞു. നെറ്റിയിൽ അവൻ്റെ പുറം കൈ അമർന്നു. അവളൊന്ന് വിറച്ചു, കണ്ണുകൾ അടച്ചു. ഹോസ്പിറ്റലിൽ പോകാൻ ലക്ഷ്മി. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. ഞാൻ കൊണ്ടുപോകാം. വേണ്ട സാർ. അവൻ കൈ പിൻവലിച്ചു. ശരി, വർക്കൊന്നും ചെയ്യണ്ട. നാളെ സാറ്റർഡേ അല്ലേ, ലീവ് എടുക്ക്. സൺഡേ ഹോളിഡേയും. 2 ദിവസം റെസ്റ്റ് എടുക്കുമ്പോൾ പനി മാറും. ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്. അവൻ കോട്ടെടുത്തിട്ടു. ഞാനും വരണോ? വിക്കി ചോദിച്ചു. വേണ്ട, ആരവുണ്ട്. ടേക്ക് കെയർ. ഫോണും എടുത്ത് ധൃതിയിൽ നടന്നവൻ ഒന്ന് നിന്നു. അല്ല, പെട്ടെന്ന് പനി പിടിക്കാൻ എന്താ കാരണം? അവൾക്ക് ഉത്തരമില്ല. 2 ദിവസം അവൻ നാട്ടിലില്ല. അന്ന് വന്നത് യാദവിൻ്റെ കൂട്ടരാണ്. ഇനിയും അവർ വന്നാൽ ഒരു സഹായത്തിന് ഓടിയെത്താൻ സാറിന് കഴിയില്ല. പേടിച്ച് പനി വന്നതാണെന്ന് എങ്ങനെ പറയും? അഭി താടി ഒഴിഞ്ഞ് അവളെ അടിമുടി നോക്കി. പിന്നെ ലക്ഷ്മി, ഈ പേടി പനിയുടെ ആവശ്യമൊന്നുമില്ല. നിന്നെ ഞാനല്ലാതെ മറ്റാരും ഉപദ്രവിക്കില്ല. അവൾ ഉമിനീർ വിഴുങ്ങിയിറക്കാൻ പോലും മറന്നതുപോലെ നിൽക്കുന്നു. അഭിമന്യു സമ്മതിക്കില്ല. അവൻ കൈ ചുരുട്ടിപ്പിടിച്ച് പുറത്തേക്ക് വേഗത്തിൽ നടന്നു. ഒരു നിമിഷത്തെ ഞെട്ടൽ. അവൾ സെറ്റിയിൽ ചാരിയിരുന്നു. ഈ മനുഷ്യൻ്റെ മനസ്സിലെന്താ? ആ ഒരു മോഹം മാത്രമായിരുന്നുവെങ്കിൽ രക്ഷിച്ച അന്ന് രാത്രി എന്നെ. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അഭിമന്യു എന്താ ഇങ്ങനെ? ഈവനിങ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഞ്ജുവിൻ്റെ കാറ് മുന്നിൽ വന്ന് നിന്നു. കയറണോ? ഒരു കോഫി കുടിച്ചതിന് എന്തൊക്കെയാ പറഞ്ഞത്? ഇനി ഒരുമിച്ച് ഒരു കാറിൽ പോയാൽ പറയുകയും വേണ്ട. പെട്ടെന്നാണ് പാർക്കിങ്ങിൽ കിടക്കുന്ന അഫിയുടെ കാറ് ലക്ഷ്മിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ദൈവമേ, ഗ്രൗണ്ടിലിടുന്ന കാറാ. ഇന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് കിടത്തി. ഇനി അതിനകത്ത് സാറുണ്ടാവോ? എന്താലോചിക്കുക ലക്ഷ്മി? കയറ്. അവൾ ഒന്ന് ഞെട്ടി. സഞ്ജു പോയിക്കോ, എനിക്ക് മെഡിക്കൽ ഷോപ്പിലും മറ്റും കയറണം. അത് സാരമില്ല, ഞാനും വരാം. കയറ് ലക്ഷ്മി. ഒരു മാർഗവുമില്ലാതെ അവൾ കാറിലേക്ക് കയറി. അഫി സ്റ്റിയറിങ്ങിൽ ആഞ്ഞിടിച്ചു. എത്ര പറഞ്ഞാലും സീതാലക്ഷ്മിക്ക് അനുസരണയില്ല. ആ മണ്ടേ, നീ ഇവിടേക്ക് തന്നെ വരുമല്ലോ. അന്ന് അവനോടൊപ്പമുള്ള പോക്കും വരവും ഞാൻ നിർത്തിക്കും. പനിയായതുകൊണ്ട് വെറുതെ വിടുക. അഫിയുടെ കാറും അവിടെ നിന്ന് പോയി. ഇനി 16 ചടങ്ങും കഴിഞ്ഞേ നിത്യ വരൂ. അതുവരെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോ ലക്ഷ്മി? അവൻ ചോദിച്ചതും അവൾ ചിരിച്ചതേയുള്ളൂ. നാളെ ഞാൻ ലീവാണ്. സഞ്ജു എന്നെ കാത്തു നിൽക്കണ്ട കേട്ടോ. സാറ് ലീവ് തന്നോ? അവൾ തലകുലുക്കി. വീട്ടിന് മുന്നിൽ ഇറങ്ങി. ഗേറ്റ് തുറന്ന് കയറ് മുന്നേ അങ്ങ് അകലെ പാർക്ക് ചെയ്തിരിക്കുന്ന പരിചയമില്ലാത്ത ഒരു വില കൂടിയ ബ്ലൂ ജിപ്സി കണ്ണിലുടക്കി. ആരാവും? യാദവിൻ്റെ ഗുണ്ടകളായിരിക്കോ? സംശയത്തിൽ നോക്കി നിന്നു. അവൾ ഓടി വീട്ടിനുള്ളിലേക്ക് കയറി. വാതിൽ കുറ്റിയിട്ടു. ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 4:30. നാട്ടിൽ പോയാലോ? 2 ദിവസം ഓഫീസിൽ പോകണ്ട. മൺഡേ രാവിലെ ഇങ്ങെത്തുന്ന രീതിക്ക് വരാം. പിറ്റേന്ന് കേസിൻ്റെ ഹിയറിംഗ് ആണ്. നിത്യ വന്നിരുന്നെങ്കിൽ ഒരു കൂട്ടായേനെ. ഇതിപ്പോൾ തളർന്നു പോയാൽ താങ്ങി നിർത്താൻ എനിക്ക് ആരുമില്ല. അവൾ വിങ്ങി പൊട്ടി. പെട്ടെന്ന് ബാഗ് എടുത്ത് 2 ജോഡി ഡ്രസ്സ് മാത്രം എടുത്തു വെച്ചു. വീട് പൂട്ടിയിറങ്ങി. ധൃതിയിൽ നടന്നു. തെളിഞ്ഞ ആകാശത്തെ മറച്ചുകൊണ്ട് മഴമേഘവും വന്നണഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് കാത്തിരുന്നു. 7 മണിക്ക് വരുന്ന ട്രെയിൻ 8 മണിയായിട്ടും വന്നില്ല. കനത്ത മഴയായതുകൊണ്ട് വരില്ല എന്ന് അറിയിപ്പ് വന്നു. ദൈവമേ, ഇനി എന്തു ചെയ്യും? ഒറ്റയ്ക്ക് എങ്ങനെ വീട്ടിലേക്ക് പോകും? വരേണ്ടിയിരുന്നില്ല.
സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് കുടയിൽ നിവർത്തി പിടിച്ച് ആ കനത്ത മഴയിലേക്ക് ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ പോയി നോക്കാം. പെട്ടെന്നാണ് ഒരു വാൻ ദേഹമാകെ വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു പോയത്. അവൾക്ക് ദേഷ്യം വന്നു. തിരിഞ്ഞു നോക്കി. അവരെ കുറ്റം പറയാനും പറ്റില്ല. റോഡിൽ ഇത്രയും മഴവെള്ളം കിടക്കുമ്പോൾ എന്ത് ചെയ്യാനാ? എന്നാലും സ്പീഡ് ഇത്തിരി കുറയ്ക്കാമായിരുന്നു. ആ വണ്ടി തിരികെ വന്ന് അവൾക്ക് അരികിൽ ചേർത്ത് നിർത്തി. ലക്ഷ്മി പിന്നിലേക്ക് മാറി. കണ്ണിൽ ഒരു പ്രതീക്ഷ വന്ന് നിറഞ്ഞു. അഭിമന്യു ആവും. വണ്ടിയിൽ നിന്നിറങ്ങുന്ന കറുത്ത ഷർട്ടും പാൻറ്റും ധരിച്ച ആളിനെ കണ്ടതും അവളുടെ കൈയും കാലും വിറച്ചു. ആകാശത്തു നിന്നും കൊള്ളിയാൻ മിന്നി. ലക്ഷ്മി ചുറ്റിനും പരതി പിടിച്ചു നോക്കി. തിരക്ക് കുറവാണ്. എന്നാലും ഷോപ്പുകൾ തുറന്നിരിക്കുന്നു. ഇരുട്ട് വീണു തുടങ്ങി. ഹാ, ലച്ചുട്ടി പോവാണോ? ട്രെയിൻ കിട്ടിയില്ല അല്ലേ? എങ്ങോട്ടേക്കാ? ഇവിടെ വീട്ടിലേക്കാണോ അതോ നാട്ടിലേക്കോ? എവിടേക്കായാലും ഞാനും ഉണ്ട് കൂടെ. അവൻ അവളിലേക്ക് ചേർന്ന് നിൽക്കുന്നു. എനിക്ക് കൂട്ടുവേണ്ട, ഒറ്റയ്ക്ക് പോകാൻ അറിയാം. കണ്ണിലെ ഭയം മറച്ചു പിടിക്കാൻ പാടുപെടുന്നുണ്ട്. എൻ്റെ ലച്ചു, നീ എന്തിനാ വിറയ്ക്കുന്നേ? ഞാൻ നിന്റെ യാതുവല്ലേ? വാ. അവളുടെ കയ്യിൽ അവൻ പിടിച്ചു. വിടടാ. ആ കയ്യെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ബാഗ് നെഞ്ചിലേക്ക് ചേർത്തു. ഞാൻ നിന്നെ കൊണ്ടുപോകും. ബലം പിടിക്കാതെ വരാൻ നോക്കടി. പിന്നെ ആ സാധനം എനിക്ക് കിട്ടി. നീ അതീവ ബുദ്ധിമതിയാ. പക്ഷേ ഈ യാദവിന് മുന്നിൽ അത് ചിലവാകില്ല. അവൾ രൂക്ഷമായി അവനെ നോക്കി നിന്നു. ഞാൻ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നേടിയിരിക്കും. ഓ പിന്നെ നേടുക തന്നെ വേണം. പക്ഷേ അന്ന് വരെ നീ ജീവിച്ചിരിക്കും എന്ന് ഉറപ്പുണ്ടോ? അവൻ്റെ ക്രൂരമായ മുഖം. എന്തിനാ യാദവ് എൻ്റെ പിന്നാലെ ഇങ്ങനെ? നിനക്ക് ഒരു ദോഷവും ഉണ്ടാക്കാതെ മാറിപ്പോയതല്ലേ ഞാൻ? എന്നിട്ടും എന്നെ അങ്ങ് വിട്ടേക്ക്. അവൾ താഴ്മയായി അപേക്ഷിക്കുന്നു. അവൻ ഉറക്കെ ചിരിച്ചു. ആ രാക്ഷസന്റെ ചിരി പോലും മഴയിൽ ലയിച്ചു ചേർന്നു. നിന്റെ അച്ഛൻ മാധവനും ഇതുപോലെ എൻ്റെ മുന്നിൽ കൈകൂപ്പി കാല് പിടിച്ചു. എന്നിട്ടും യാദവിൻ്റെ മനസ്സിന് ഒരു ചാഞ്ചാട്ടവും വന്നില്ല. ഇനി വരാനും പോകുന്നില്ല. ആ അച്ഛൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗവും ഇല്ലേ ഈശ്വര? മുന്നിൽ തടസ്സമായി നിൽക്കുന്നവൻ്റെ നെഞ്ചിൽ ഇരു കൈയും വെച്ചും ശക്തിയിൽ തള്ളി. അവൻ ഒന്ന് ചരിഞ്ഞു. അവൾ പെട്ടെന്ന് മുന്നിലേക്ക് ഓടി. എടി, ഏതുവരെ ഓടും? പിന്നാലെ വേഗത്തിൽ അവനും ഓടുന്നുണ്ട്. കയ്യിലിരുന്ന കുട അവിടെ അവൾ ഉപേക്ഷിച്ചു. ബാഗ് മാത്രം മുറുകെ പിടിച്ചു. മഴത്തുള്ളികൾ ശരീരത്തെ ഒന്നാകെ നനയിക്കുമ്പോൾ സാരി ദേഹത്തേക്ക് ഒട്ടിച്ചേർന്നു. വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല. കാലുകൾ വേച്ചു പോകുന്നു. സീതാലക്ഷ്മി ഇവിടെ തീർന്നു. ഇനി രക്ഷയില്ല. പക്ഷേ മരിക്കുന്നതിന് മുന്നേ ഈ രാക്ഷസനെയും കൊണ്ടേ ഞാൻ പോകൂ. അവളുടെ മനസ്സിൻ്റെ ദൃഢനിശ്ചയം. പെട്ടെന്ന് സാരിത്തുമ്പിൽ അവൻ്റെ പിടി വീണു. ഷോൾഡറിലെ പിന്ന് പൊട്ടി. അവൻ സാരിയിൽ പിടിച്ചു വലിച്ചതും ലക്ഷ്മി നിന്ന നിൽപ്പിൽ ഒന്ന് കറങ്ങി. റോഡിൻ്റെ സൈഡിലെ വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. ഇനി എങ്ങനെ നീ രക്ഷപ്പെടും? ഓൾറെഡി അവൻ ഉറക്കെ അലറുന്നു. പൊട്ടിച്ചിരിക്കുന്നു. യാദവിൻ്റെ നോട്ടം അവളെ പേടിപ്പിക്കുമ്പോൾ ഇരു കൈയും നെഞ്ചിൽ പിണച്ചു കെട്ടി. ഓ, ഞാൻ കണ്ടതായെല്ലാം ഒരു ചിത്രം പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് എൻ്റെ ഉറക്കം കെടുത്തുന്നത്. ആ കണ്ണിൽ മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ. ലക്ഷ്മി വിറയലോടെ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു.